ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ വന്നത് അയല പൊള്ളിച്ചതാണ്. അതിന് മുന്നേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. നമുക്കൊരു ചട്ടി വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അത് നന്നായി മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് 2 മീഡിയം സൈസിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. തക്കാളിയും ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ നന്നായി വഴണ്ട് കിട്ടും. വട്ടം വെച്ച സാധനങ്ങളെല്ലാം ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അതിന് വേണ്ട പൊടികൾ എന്താണെന്ന് വെച്ചാൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ആ 2 പൊടികളിട്ട് നന്നായി ഇളക്കി മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഒരു പിഞ്ച് വാളംപുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെള്ളമായിട്ട് ഈ പുളിവെള്ളം മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം മസാലയൊന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മസാലകളെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് നന്നായി നമുക്കൊന്ന് ഇളക്കി മസാലയെല്ലാം പാലിനകത്തേക്കൊന്ന് പിടിച്ച് കുറുകി വരണം. അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മസാലയെല്ലാം കുറുകി വന്നിട്ടുണ്ട്. തിളയ്ക്കാൻ തുടങ്ങി നമ്മുടെ മസാല. തേങ്ങാപ്പാൽ ഒഴിച്ചതും മസാലയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചേക്കുന്ന മീൻ ആഡ് ചെയ്യണം. 1/2 കിലോ അയല കേട്ടോ ഞാൻ എടുക്കുന്നത്. അയല ഇത് നമ്മൾ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുന്നു. മീനെല്ലാം മസാലയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി മസാലയെല്ലാം അതിൻ്റെ മുകളിലൂടെ നമ്മൾ കുറച്ച് തവി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അധികം വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് മുങ്ങിക്കിടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കുറച്ച് ആ ഗ്രേവി ഇട്ട് കൊടുത്താൽ കുറച്ച് മുങ്ങിയിരിക്കും. അധികം വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ മീൻ പൊള്ളിച്ചത് മസാല കുറച്ച് ഇലയിലൊക്കെ ഉണ്ടാക്കാം. ഇലയിൽ ഇല്ലെങ്കിലും ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ മീനൊക്കെ ഇട്ട ഗ്രേവി നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കതൊന്ന് ഇനി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ശേഷം നമ്മൾ അടുപ്പ് മാറ്റിയപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. മീനൊക്കെ അതിനകത്ത് കിടന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തേക്ക് നമ്മുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ അധികം നേരം വേവിക്കാൻ വെക്കില്ല. കാരണം നമ്മുടെ 2ാം പാൽ ഒഴിച്ചതിന് ശേഷം
അടച്ച് വെച്ചപ്പോൾ 5 മിനിറ്റും കൊണ്ട് നമ്മുടെ മീൻ കുക്കായിട്ടുണ്ട്. അത് തുറന്ന് കഴിഞ്ഞാലാണ് നമ്മൾ ഈ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാവുന്നതാണ്. നമുക്കതിനകത്തേക്കുള്ള കറിവേപ്പില കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അയല പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ